കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളോട് ഒരു ചെറിയൊരു റിക്വസ്റ്റ് വയ്ക്കാനുണ്ട്. നമുക്ക് ഈ കക്ഷി രാഷ്ട്രീയം പറയാനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പരസ്പരം കലഹിക്കാനും തെറി വിളിക്കാനും കേരളത്തിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടാകും. ടെലിവിഷൻ ചാനൽ വഴിയും ഒക്കെ തന്നെ ഒരുപാട് അവസരങ്ങൾ കേരളത്തിലെ പൊതുവേദികൾ രാഷ്ട്രീയ പ്രവർത്തകർക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വലിയ ദുരന്തം വന്ന് നമ്മുടെ മേളിൽ പതിച്ചു കഴിയുമ്പോഴും ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വൃത്തികെട്ട കണ്ണുകളിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, രാവിലെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെ ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പ്രേക്ഷകരൊക്കെ ഈ യൂട്യൂബ് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇത്രയധികം മനുഷ്യർ പിടഞ്ഞു മരിച്ച ഒരു ടെറൈൻ്റെ വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് വിവരിക്കാനാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിലേക്ക് പെയ്തിറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നമ്മുടെയൊക്കെ 24 ഒക്കെ പേര് പറഞ്ഞ് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, അത് എല്ലാ കക്ഷിയിലുമുള്ള ആളുകളുണ്ട് എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം ഭാര്യയും മക്കളും കുട്ടികളും നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു അവനവനസ്ഥയിലേക്കല്ല ഈ ദുരന്ത സമയത്ത് നമ്മൾ മാറേണ്ടത്. ദയവ് ചെയ്ത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും കക്ഷി രാഷ്ട്രീയക്കാരും, നമ്മൾക്ക് അറിയാം ഇതൊക്കെ ആരാ ചെയ്യുന്നത്. ചില ചാനലുകളിൽ പരോക്ഷമായ പിൻബലം പോലും ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. മാത്രമല്ല, ദുരിതാശ്വാസ ഫണ്ടിൽ എന്തെങ്കിലും തിരിമറിയുണ്ടെന്ന് ഒരു ഏജൻസിക്കും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായ പ്രചാരണങ്ങൾ ഈ ദുരന്തം പെയ്തിറങ്ങിയ ഈ സമയത്ത് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യരുത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതേപോലെ BJP പ്രവർത്തകരും ഒന്നിച്ചണി ചേർന്ന് ഈ നാടിന് കൈത്താങ്ങ് നൽകുന്ന ഒരു നിമിഷമാണ് നമ്മുടെയൊക്കെ സ്വപ്നത്തിലുള്ളത്. ഇവിടെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കണ്ട് നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാൽ ഈ നാട്ടിൽ വോട്ടർമാർക്ക് വിവരമുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ മറന്നുപോകരുത്. അതുപോലെ അനുയായികളും പ്രവർത്തകരും മറന്നുപോകരുത്. നമ്മളെ തളർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ചിലതെങ്കിൽ നിങ്ങളിതിലൂടെ കാണുന്ന രാഷ്ട്രീയ നേട്ടം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഉണ്ടാകില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യണം എന്ന് ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്നലെ രാവിലെയും കൂടി ജനങ്ങളോട് പറഞ്ഞതിൻ്റെ വീഡിയോയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, ഈ വയനാട്ടിലെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ വേളയിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിലപേശരുത്. അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് ഒരുപാട് ആളുകൾ സഹായം എത്തിക്കാൻ തയ്യാറാണ്. അതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ അയക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് കാശ്മീർ അടുത്തതായി പറയാനുള്ളത്? ഇക്കാര്യത്തിൽ ഒരു മുതലെടുപ്പ് നടത്താതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. സമയം കിട്ടും. എല്ലാ വിമർശനങ്ങളും നമുക്ക് ഇനിയും ചർച്ച ചെയ്യാവുന്ന ഒരു 2 ആഴ്ച കഴിഞ്ഞോട്ടെ. ആ സമയം അതുവരെയെങ്കിലും ആ ദുരന്തത്തിന്റെ വേദന നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. പേരുടെ മൃതദേഹം കൺമുന്നിൽ കിടക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ സംരക്ഷിക്കുവാനും മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മേളിൽ ചെളിവാരി എറിയാനും വേണ്ടി ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന രീതിയിൽ മറന്നുപോകരുത്. മാത്രവുമല്ല, ഇത് ആരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഡിജിറ്റൽ തെളിവുകളിലൂടെ നമുക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ തെളിവുകൾ പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ദയവ് ചെയ്ത് നമ്മുടെ ഈ അനുഭാവികളും ഒക്കെ ഉണ്ടാകരുത്. ഇതൊരു ഭീഷണിയല്ല, ഇത് റിക്വസ്റ്റാണ് എന്ന് മാത്രം മനസ്സിലാക്കുക.